മേക്ക് എ നെയ്ച്ചോർ സിമ്പിൾ വേർഷൻ ഓഫ് കുക്കർ നെയ്ച്ചോർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വാ, ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ്, കുക്കർ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മുടെ കുക്കർ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സ്പൂണ് നെയ്യ്, നെജ്ജ്. ഇനിയിപ്പോൾ നെജ്ജില്ലാന്ന് കരുതിയിട്ട് നെയ്ച്ചോറിൽ ഉണ്ടാക്കാതിരിക്കണ്ട. സൺഫ്ലവർ ഓയിൽ ആയാലും മതി, വെളിച്ചെണ്ണ ആയാലും മതി, ഏതാണെങ്കിലും നിങ്ങളിഷ്ടം. ഞാൻ ഇപ്പോൾ എൻ്റെ കജ്ജിലുണ്ടായതുകൊണ്ട് അത് ഇട്ടു എന്ന് മാത്രം. അതിലേക്ക് പിന്നെ ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീഫ് പറഞ്ഞമാതിരിയുള്ളതൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്നും പൊട്ടിത്തെറിച്ച് വരുന്നതോടുകൂടി നമ്മുടെ ക്യാരറ്റും സവാളയും കൂടെ കട്ട് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ജീരകശാല ചെറിയ അരി ഉണ്ട്, നെയ്ച്ചോറ് വെക്കണ അരിയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ നെയ്യിലെ അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കെന്താ അറിയില്ല, ഉപ്പും പാത്രത്തിൽ 2 വട്ടം കൈയിട്ടും കണ്ട് ഇട്ടാലേ ഒരു തൃപ്തി വരുള്ളൂ കേട്ടോ. അത് മൊത്തത്തിൽ ഇളക്കി കൊടുത്ത് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പിന് മൊത്തം 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുക്കർ അടച്ച് വെച്ചിങ്ങാണ്ട് ഒറ്റ വിസിൽ, കൂടിപ്പോകരുത്, ഒറ്റ വിസിൽ അതടിച്ചനോട് കൂടി എന്ത് ചെയ്യണം, ഗ്യാസ് ഓഫാക്കി കൊടുക്കണം കേട്ടോ. അത് ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കണം എന്ന് തോന്നും, പക്ഷെ തുറക്കരുത്. ആവി ഇതേമാതിരി ഫുള്ള് പോയതിന് ശേഷം മാത്രം തുറന്നു കഴിഞ്ഞാൽ ഇതുമാതിരി നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് കിട്ടും കേട്ടോ. ഞാൻ അതിന് മുമ്പ് തുറന്നിട്ട് പിന്നെ നിജ് പറഞ്ഞ റെസിപ്പി ചെയ്തിട്ട് നെയ്ച്ചോറ് നേരായില്ല എന്ന് പറയുന്നത്, ആവി മുഴുവൻ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഒരാളെ തൊടാതെ നിന്നിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചിക്കൻ കറിയും പപ്പടവും സാലഡൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരു പിടിയുണ്ട് പിടിക്കന്നെ. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിക്കോളി, അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാം കേട്ടോ.